ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഇന്ന് ഫ്രണ്ടിലും ബാക്കിലും പ്ലേറ്റ് വരുന്ന ഒരു നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. ഇത് ഏകദേശം ഒരു 165 രൂപ വരുന്ന ഒരു 3 മീറ്റർ നൈറ്റി ബിറ്റാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നൈറ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഓപ്പൺ സൈഡ് നമ്മുടെ എതിർവശത്താണ് വരുന്നത്, ഫോൾഡഡ് സൈഡ് നമ്മുടെ ഭാഗത്താണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഓരോ അളവുകൾ ആദ്യം മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു യോക്ക് പാർട്ടീഷൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 10 ഇഞ്ചാണ് യോക്കിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത്. 1/2 ഇഞ്ച് അതിൻ്റെ തയ്യൽ തുമ്പും കൂടിയായിട്ട് 10.5 ഇഞ്ചിൽ ഞാനത് മാർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. 7 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. പക്ഷെ നമ്മൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് 8 ഇഞ്ചാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 36-38 സൈസിലുള്ളവരുടെ അളവാണ് കേട്ടോ. അപ്പോൾ ആ താഴെ നമ്മൾ 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തും ആ 8 ഇഞ്ച് തന്നെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് താഴേക്ക് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ച ഭാഗം ഉണ്ടല്ലോ, ആ വരച്ച ഭാഗത്തു നിന്നും താഴെ നിന്ന് മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ലൈനിൻ്റെ അകത്തേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ മുകളിൽ നിന്ന് ആദ്യം ആ 1 ഇഞ്ചിലേക്ക് കയറിയിട്ട് ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് കൊണ്ടുവന്ന് മുട്ടിക്കണം. ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ വീഡിയോയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ 8 ഇഞ്ചാണ് നമ്മുടെ ഷോൾഡർ എടുത്തിരിക്കുന്നത്. 10.5 ഇഞ്ചിലാണ് യോക്ക് പാർട്ടീഷന് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ 2.5 ഇഞ്ചിൽ നിന്നും നമ്മുടെ ആ ഒരു 10.5 ഇഞ്ച് എടുത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് ഇതുപോലൊരു ഫ്രഞ്ച് കർവ് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി വേണം നമ്മുടെ നെക്കിൻ്റെ അടയാളപ്പെടുത്തുന്നത്. 2.5 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തുന്നത്. 4 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തുന്നത്. ബാക്കിൻ്റെത്, ഫ്രണ്ടിൻ്റെത് 5.5 ഇഞ്ചുമാണ് എടുക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എത്ര വേണം ലെങ്തിൻ്റെ ഇറക്കമൊന്നും വിഡ്ത്തൊന്നും ഉള്ളത്. 3 ഇഞ്ച് വരെയൊക്കെ നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. എന്നിട്ട് ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പാണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, ആ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുവാണേ. ഞാനിത് വളരെ സ്ലോയിലാണിത് പറയുന്നത്, കാര്യം എന്തെങ്കിലും കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ്. തുടക്കക്കാർക്കും ഒക്കെ വേണ്ടിയാണ് ഇത്രയും സ്ലോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ബാക്ക് നെക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഫ്രണ്ട് പാർട്ടിനെയും ബാക്ക് പാർട്ടിനെയും സെപ്പറേറ്റ് ചെയ്ത് എടുക്കണമേ. ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ട് പാർട്ടിനെയും ബാക്ക് പാർട്ടിനെയും ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു കട്ട് കൊടുക്കാം. ഇനി ഈ വരുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു യോക്ക് എടുത്തതിന് ശേഷമുള്ള അത്രയും ഭാഗത്ത് വേണം നമ്മുടെ സ്ലീവ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്ലീവിന് 9 ഇഞ്ചാണ് ഞാൻ ലെങ്ത് കൊടുക്കുന്നത്. സ്ലീവിൻ്റെ ലെങ്തും ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അപ്പോൾ സ്ലീവിൻ്റെ വണ്ണം വരുന്നത് 10 ഇഞ്ചിലാണ്. അപ്പോൾ ഞാനൊന്ന് വെട്ടുന്നതിൻ്റെ സൗകര്യത്തിനായിട്ട് ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്.
എന്നിട്ട് അവിടെ നിന്നും താഴേക്ക് ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുവാണ്. ഇത് നെക്കിൻ്റെ കാര്യത്തിൽ എപ്പോഴും കോമൺ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറാണ്. എന്നിട്ട് ആ 3.5 ഇഞ്ചിൽ നിന്നും നെക്കിൻ്റെ ലെങ്തിലേക്ക് ഒന്ന് സ്ലോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ സ്ലോപ്പിൻ്റെ ഹാഫ് കാണുക. ഹാഫ് കാണാൻ ദാ ഇതുപോലെ മടക്കിയാൽ കിട്ടും. എന്നിട്ട് ഇതുപോലെ വന്നിട്ട് ആ ഹാഫ് കണ്ട ഭാഗത്ത് നിന്നും കുഴിച്ച് ആ 3.5 ഇഞ്ചിലേക്ക് എത്തിക്കുക. എന്നിട്ട് ആ 3.5 ഇഞ്ചിൽ നിന്നും താഴേക്ക് നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടത് കൈയുടെ ഭാഗത്ത് ആ വണ്ണത്തിലേക്ക് വരച്ചെടുക്കുക. അതിനുശേഷം എന്താ സ്ലീവ് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെയും സെൻറ്ററിൽ ഒരു നോച്ചിട്ട് കൊടുക്കുവാണേ. അപ്പോൾ നമ്മുടെ ഈ നൈറ്റി പീസിൽ ഇത്രയും തുണി മാത്രമേ നമുക്ക് ബാലൻസ് വരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ഭാഗത്ത് വരുന്ന ആ ഒരു തുണി മാത്രമേ നമുക്ക് ബാലൻസ് ഉള്ളൂ. ബാക്കി ഇത് ഫുൾ ലെങ്തിൽ ഞാനങ്ങ് എടുക്കുവാണ്. അതാണ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാഞ്ഞത്. നമ്മളിപ്പം എത്രയാണോ നിങ്ങളുടെ ലെങ്ത് എടുക്കുന്നത് ആ ലെങ്തിനോട് കൂടി 3 ഇഞ്ച് കൂട്ടി വേണം എപ്പോഴും നിങ്ങൾ നൈറ്റിയിലൊക്കെ കട്ട് ചെയ്യേണ്ടത്. കാര്യം ഇത് കോട്ടൺ പീസ് ആയതുകൊണ്ട് തന്നെ കയറി ഒരു വാഷ് കഴിയുമ്പോൾ തന്നെ കയറി അങ്ങ് മുകളിലേക്ക് ചുരുങ്ങും. അപ്പോൾ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് എത്രയാണോ നമ്മുടെ ലെങ്ത് എടുക്കുക അതിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ ബാലൻസ് വന്ന തുണിയിൽ ആ ഓപ്പണായിട്ട് കിടക്കുന്ന ഭാഗത്ത് നിന്നും ഒരു 2.5 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്യുവാണേ. അതുപോലെ തന്നെ മുകളിലേക്കും 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ നെക്കൊക്കെ അടയാളപ്പെടുത്തുമ്പോൾ ഒരു ബോക്സ് ആക്കുമല്ലോ, അതുപോലെ ഒരു ബോക്സ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ബോക്സിൻ്റെ ഭാഗത്ത് നിന്നും ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കുവാണേ. ഇതാണ് നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു കുഴിവെന്ന് പറയുന്നത്. അത് നമുക്കിങ്ങനെ കർവ് ചെയ്തങ്ങ് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നതായി ഇപ്പോൾ കാണിച്ചു തരാവേ. ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇത് നമ്മൾ പ്ലേറ്റിട്ട് എടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നമ്മുടെ ആ ഒരു കർവ് ഭാഗത്തോട്ട് എത്തിച്ചേരും. നിങ്ങൾക്ക് കുറച്ചുകൂടി ആ ഒരു കൈക്കുഴിക്ക് വേണമെന്നുണ്ടെങ്കിൽ 2.5 ഇഞ്ച് എന്നുള്ളത് 3 ഇഞ്ചോ 3.5 ഇഞ്ച് വരെ ഒന്ന് കർവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബാക്കി ഭാഗത്തും ഒരു സെൻറ്റർ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ആം ഹോളിൻ്റെ കർവുണ്ടല്ലോ അവിടെ നിന്നും ഒരു 5 ഇഞ്ച് ഇതുപോലെ അകത്തേക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ആ കർവിൽ നിന്നും 5 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ വേണം നമ്മളിനി പ്ലേറ്റ് ഇട്ട് കൊടുക്കേണ്ടതേ. അപ്പോൾ ഇനി നമുക്ക് പ്ലേറ്റൊക്കെ ഇട്ട് സ്റ്റൈലിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആകെ കുറച്ച് പീസ് മാത്രമേ ഇതിൽ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ നെക്കിൻ്റെ ക്രോസ് പീസിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് പാർട്ട് എടുക്കുക. അതിൻ്റെ നല്ല വശത്തിനോട് ചേർത്ത് ആ ക്രോസ് പീസിൻ്റെ നല്ല വശം ആ കഴുത്തിനനുസരിച്ച് വളച്ചു കൊടുത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ പതിയെ ഇങ്ങനെ ചുളിവൊന്നും വരാതെ അടിച്ചെടുക്കണേ. അതിനുശേഷം ഇത് തിരിച്ചെടുക്കുന്നതിൻ്റെ എളുപ്പത്തിനായിട്ട് ഓരോ കുഞ്ഞു കുഞ്ഞു കട്ട് തയ്യലിൽ കൊള്ളാണ്ട് നമുക്ക് കൊടുക്കാം. ഇനി ഇതുപോലെ ആ ക്രോസ് പീസിനെ അകത്തേക്ക് വെച്ച് നമുക്കങ്ങ് പതിച്ചടിച്ച് കൊടുക്കാം. ഇതുപോലെ അങ്ങ് കൊടുക്കുക കേട്ടോ. അങ്ങനെ അത് പതിച്ചെടുത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മോഡിഫിക്കേഷന് വേണ്ടി നമുക്ക് ഇതുപോലെ ഒരു ലേസ് ഒന്ന് അതിലേക്ക് വെച്ച് കൊടുക്കാം. എനിക്കിവിടെ ഇതിന് ചേരുന്നതായിട്ട് തോന്നിയത് ഈ വൈറ്റ് ലേസ് മാത്രമേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാനതെടുത്തത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നെക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു താഴ്ഭാഗത്തേക്കുള്ള പ്ലേറ്റ് ഇട്ട് കൊടുക്കാം.
കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ഇട്ട് കൊടുത്ത് വരിക. എന്നിട്ട് ഈ പ്ലീറ്റ് നമ്മൾ ആ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അവിടം വരെ വേണം ആ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് ശേഷമാണ് അടുത്ത പ്ലീറ്റ് എന്ന് പറയുന്നത് ആ ഒരു സെൻറ്റർ കണ്ടതിൻ്റെ ഇപ്പുറം വെച്ച് വേണം ഇടേണ്ടത്. ഇത് ഒന്നിലും ഒരേ വശത്തേക്ക് തന്നെ ആ പ്ലേറ്റ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഈ ഒരു പ്ലേറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാവേ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചോയ്സാണ്. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മളങ്ങനെ പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇവ തമ്മിൽ നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ നോച്ച് ആ ഒരു യോക്ക് പാർട്ടിലും ആ സ്കേർട്ട് പോലത്തെ വരുന്ന ഭാഗത്തും കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ 2 സെൻറ്ററുകളും ഒരുമിച്ച് വെച്ച് വേണം നമുക്ക് ഇവ തമ്മിൽ അറ്റാച്ച് ചെയ്യേണ്ടത്. നല്ല വശവും വെച്ച് തന്നെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. ഇതുപോലെ വെച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ക്ലോത്തിനെ അറ്റാച്ച് ചെയ്യാൻ കഴിയും. ഇനി വീണ്ടും ആ സെൻറ്ററിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അടിച്ചു കൊടുക്കാം. നമ്മൾ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്യുമല്ലോ അതുപോലെ സെൻറ്ററിൽ നിന്ന് തന്നെ ആയിരിക്കണം എപ്പോഴും തുടങ്ങേണ്ടത്. ചുളിവൊന്നും വരാതെ വേണം നോക്കേണ്ടത്. കാര്യം അടിയിലത്തെ തുണി ചിലപ്പോൾ ചുളുങ്ങിയോ ഏറിയും കുറഞ്ഞോ ഒക്കെ വരും. അപ്പോൾ അതൊക്കെ കറക്റ്റാണോ എന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്. അങ്ങനെ നമ്മൾ ആ ഒരു പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് നല്ല വശത്തിട്ട് ഒന്ന് പതിച്ചടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഈ പതിച്ചടിക്കുന്നതിനോടൊപ്പം തന്നെ അവിടെയും കൂടി ഒരു ലേസ് അറ്റാച്ച് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ ആ വൈറ്റ് ലേസ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിവിടെ ലേസ് അറ്റാച്ച് ചെയ്യാനെടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തയ്യൽ തുമ്പുണ്ടല്ലോ അത് ഒരു വശത്തേക്ക് തന്നെ ആയിരിക്കണം ഇരിക്കേണ്ടത്. ഇപ്പം താഴോട്ടാണ് ആ തയ്യൽ തുമ്പ് ഇരിക്കുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കണം ഫുള്ള് നമ്മൾ പതിച്ചടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ താഴേക്ക് തന്നെയാണ് ആ തയ്യൽ തുമ്പ് വെച്ച് കൊടുത്ത് അടിക്കുന്നത്. അത് താഴോട്ട് തന്നെയാണോ ഇരിക്കുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. ഇതാ കണ്ടോ, ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആ വിരലുകൾ കൊണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഒപ്പം ഇത് ലേസ് ഇല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു പതിച്ചടിക്കൽ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുതേ. അപ്പോൾ നമ്മൾ ആ ഒരു ലേസ് കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു ആനച്ചന്തം തോന്നുന്നില്ലേ, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും ഇതുപോലെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഉണ്ട് ഇതുപോലെ തന്നെ ബാക്ക് പീസും ക്രോസ് പീസ് വെച്ച് എടുക്കുവാണേ. നേരത്തെ പോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് കട്ട് കൊടുത്തെടുക്കാം. ഇനി ഇതുപോലെ ബാക്ക് പാർട്ടിലും നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ നിങ്ങളിപ്പോൾ തുടക്കക്കാരാണെങ്കിൽ ആ ഒരു പ്ലീറ്റിൻ്റെ കണക്കിൽ കുറച്ച് ഇത് തോന്നും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ പ്ലീറ്റ് വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കാം. കണ്ടോ, അത് ഇതുപോലെ ഓരോ പ്ലീറ്റ് എടുക്കുക. ആ പ്ലീറ്റിൽ ഇതുപോലത്തെ പേൾപ്പിന് കുത്തി കൊടുക്കുവാണ്. ഇത് നമ്മൾ തുടക്കക്കാരുണ്ടെങ്കിൽ അവർക്കൊരു കൺഫ്യൂഷൻ വരണ്ടെന്ന് കരുതിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ പിന്ന് കുത്തി കൊടുത്ത് വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഇനി അങ്ങോട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയല്ലോ. എന്നിട്ട് ഒപ്പം വെച്ച് നോക്കുക. അല്ലാണ്ട് ഇപ്പം നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ച് നോക്കുമ്പോൾ യോക്ക് പാർട്ടിനെ കഴിയും
ഏറിയോ കുറഞ്ഞോ ആണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ആ പ്ലേറ്റിനെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ഈ പേൾ പിന്ന് കുത്തി വെച്ചിട്ട് രണ്ടും ഒരുപോലെ ആണെന്ന് നോക്കുക. എന്നിട്ട് ഒരുപോലെ ആണെന്ന് ഉറപ്പായതിനു ശേഷം നമുക്ക് അങ്ങോട്ട് ആ പേൾ പിന്ന് വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്താൽ മതി. ഇത് ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ഇതേ കറക്റ്റിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല വശവും ചേർത്ത് ഇവ തമ്മിലങ്ങ് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഷോൾഡറാണ് രണ്ടിൻ്റെയും കൂടി അറ്റാച്ച് ചെയ്യേണ്ടത്. അതിനിതാ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് ബാക്ക് പീസിൻ്റെ ക്രോസ് പീസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആദ്യം ഈ പീസുകൾ തമ്മിലൊന്ന് സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിനെ ഒന്ന് മടക്കി ഒന്ന് പതിച്ചടിക്കുക. കണ്ടോ, ഇതുപോലെ അങ്ങ് പതിച്ചടിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേതും നമുക്ക് ഇങ്ങനെ വെച്ച് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ആ കഴുത്തിനെ അങ്ങ് തിരിച്ചെടുക്കാം. കണ്ടോ, ഇനി നമ്മളിത് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഏറ്റക്കുറച്ചിലില്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഈ സമയത്ത് വേണം ബാക്ക് പാർട്ടിൻ്റെ നെക്കിനെ പതിച്ചടിക്കാൻ. കെട്ടിട്ട് തന്നെ തുടങ്ങണേ. കണ്ടോ, കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണേ. ആ ഒരു ബാക്കിൻ്റെ ആ ഒരു കർവ് ഭാഗം എത്തുമ്പോൾ ഒരിക്കലും വലിച്ചൊന്നും പിടിക്കരുത്. അത് ഒന്ന് സ്മൂത്തായിട്ട് അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കെട്ടിട്ട് തുടങ്ങി കെട്ടിട്ട് തന്നെ നിർത്തണം. ഇനി നമുക്ക് സ്ലീവിനെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമ്മൾ സെൻറ്ററിൽ ഒരു കട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഷോൾഡറിൻ്റെ സെൻറ്ററിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് താഴേക്കൊന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സ്ലീവും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗമാണ്. അത് ആദ്യം ഒരു മടക്ക് മടക്കി പിന്നെ ഒരു മടക്ക് കൂടെ മടക്കിയെടുക്കുക. കണ്ടോ, ആ സ്ലീവിൻ്റെ താഴ്ഭാഗമാണ്. ഇതുപോലെ തന്നെ മറ്റേ സ്ലീവും 2 മടക്കിൽ അടിച്ചെടുക്കുക. ഇനി നമുക്ക് ബോഡി പാർട്ടിനെ തമ്മിൽ യോജിപ്പിച്ചെടുക്കാം. സ്ലീവിൻ്റെ ഭാഗം വെച്ചിട്ട് താഴേക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇപ്പോഴും കെട്ടിട്ട് തന്നെ കൊടുക്കണേ. ആം ഹോളിൻ്റെ ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് താഴോട്ടങ്ങ് അടിച്ചു പോവുക. ഇനി നമ്മുടെ നൈറ്റിയുടെ താഴ്ഭാഗമാണ്. ഇവിടെ നമ്മൾ ആദ്യം ഒരു മടക്ക് മടക്കുക, പിന്നെ ഒരു മടക്കൂടെ ഫുള്ളായിട്ടങ്ങ് മടക്കി ആ ഒരു ഫുള്ള് റൗണ്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വളരെ എളുപ്പം തയ്ച്ചെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് നൈറ്റിയുടെ ഫുള്ള് ഒന്ന് കാണാം. ഇങ്ങനെയാണ് നമ്മുടെ നൈറ്റി വരുന്നത്. എനിക്ക് തോന്നുന്നു ആ ലേസ് ഒന്ന് അറ്റാച്ച് ചെയ്തപ്പോഴാണ് അതിൻ്റെ ഭംഗി ഒന്ന് കുറച്ചുകൂടെ എടുത്ത് കാണിക്കുന്നതെന്നാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്ത് തോന്നി? അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്കിത് യൂസ്ഫുള്ളാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം എന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഇട്ടുകൂടി കണ്ടാലോ. ഇത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഇട്ടിട്ടുള്ള ആ ഒരു ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ആ നെക്ക് ഭാഗമൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് ഭാഗം ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.